നെറ്റ്വർക്ക്. നമ്മള് പ്ലാൻ കിങ്ഡത്തിലെ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ഇത് മൂന്നും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജിംനോസ്പേംസ്. അപ്പൊ ഇന്ന് നമുക്ക് ജിംനോസ്പേംസിനെ കുറിച്ച് പഠിക്കാം. ജിംനോസ്പേംസ്. ജിംനോ മീൻസ് naked. In Greek, gymno means naked, sperma means seed. അതായത് naked seeded plants. Naked എന്ന് പറഞ്ഞാൽ എന്താണ്? നഗ്നമായ, ആവരണമില്ലാത്ത, തുറന്നിരിക്കുന്ന. സാധാരണ നിങ്ങൾക്ക് സീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ സീഡ് എവിടെയാണ്? നിങ്ങൾ സീഡ് എവിടെയാണ് കണ്ടിരിക്കുന്നത്? സീഡ് ഒരു ഫ്രൂട്ടിനകത്താണ് സീഡ് ഇരിക്കുന്നത് അല്ലേ? വെളിയിൽ എവിടെയെങ്കിലും സീഡ് കണ്ടിട്ടുണ്ടോ? സീഡ് കാണുന്നത് എപ്പോഴും ഫ്രൂട്ടിനകത്താണ് സീഡ് ഇരിക്കുന്നത്. പക്ഷേ ജിംനോസ്പേമില് അങ്ങനെയല്ല, സീഡാണ് വെളിയിൽ കാണുന്നത്, അതിന് ഫ്രൂട്ട് ഇല്ല. സീഡിനെ പൊതിഞ്ഞ് അതിനൊരു ആവരണമില്ല, സീഡ് തുറന്നിരിക്കുന്നു. സീഡിനെ ആവരണമില്ലാത്തത് കൊണ്ടാണ് നേക്കഡ് സീഡഡ് എന്ന് പറയുന്നത്. അപ്പൊ സീഡുണ്ട് പക്ഷേ ഫ്രൂട്ട് ഇല്ല. മനസ്സിലായോ? അപ്പോ അതാണ് ഇതിനെ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പ്ലാൻ കിങ്ഡത്തില് ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ടുള്ളത് ആൽഗെ ആയിരുന്നു. ആൽഗയ്ക്കാണെങ്കിൽ അതിന് ഒരു ലീഫോ സ്റ്റെമ്മോ റൂട്ടോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ പ്ലാൻ ബോഡിക്ക് താലസ് എന്ന് പറയും. അത് കഴിഞ്ഞ് ബ്രയോഫൈറ്റ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ബ്രയോഫൈറ്റിന് റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. റൂട്ട് പോലെ തോന്നിക്കുന്ന, ലീഫ് പോലെ തോന്നിക്കുന്ന സ്ട്രക്ചേഴ്സ്, തോന്നിക്കുന്നതാണ്, ഒറിജിനൽ അല്ല. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് അതിനുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞ് ടെറിഡോഫൈറ്റ് വന്നപ്പോൾ അതിന് ട്രൂ ആയിട്ടുള്ള ലീഫ്, റൂട്ട് ഇതെല്ലാം അതിനുണ്ട് അല്ലെ? അതുപോലെ വാസ്കുലാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു തുടങ്ങി. ഫസ്റ്റ് വാസ്കുലാർ പ്ലാന്റ്സ് ടെറിഡോഫൈറ്റ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വാസ്കുലാർ സിസ്റ്റം വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ് എന്ന് പറയുന്നത്. അതും കഴിഞ്ഞ് വരുന്നതാണ് ജിംനോസ്പേം. അപ്പൊ ജിംനോസ്പേമിൽ വന്നപ്പോ സീഡ് ഉണ്ടായി. ഇതിനു മുമ്പ് ഏതെങ്കിലും സീഡ് ഉണ്ടായിരുന്നോ? ബാക്കി നമ്മൾ പഠിച്ച മൂന്നെണ്ണത്തിലും സീഡില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ സീഡ് വന്നു. ഇതിനകത്ത് ദ ലാക്ക് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് എത്തിയിട്ടില്ല, ഇപ്പോഴും ഫ്ലവർ ഇല്ല. പക്ഷേ ഇവിടെ സീഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതാണ് ജിംനോസ്പേംസ്. അപ്പോൾ ഈ ജിംനോസ്പേമിലാണ് വൺ ഓഫ് ദ ടോളസ്റ്റ് ട്രീ belongs to this gymnosperm. Tallest tree known as sequoia. സെക്വയ എന്ന് പറയുന്ന ഒരു ട്രീ, അതായത് വളരെ വലിപ്പം കൂടിയ ഒരു ട്രീ ആണ്. ഒരുപാട് ടോളായിട്ടുള്ളതും വിട്ട് കൂടിയതും ഒക്കെ ആയിട്ടുള്ള ഒരു ട്രീ ആണ് സെക്വയ എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ടോളസ്റ്റ് ട്രീ സെക്വയ ബിലോങ്സ് ടു ദിസ് ജിംനോസ്പേം. ഇനി നമുക്കിതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ജിംനോസ്പേമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ദേ ആർ naked seeded plants. They are naked seeded plants. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ? അത് നഗ്നമായ സീഡോട് കൂടിയ പ്ലാന്റ്സ് ആണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, they are perennial plants. They are perennial plants. എന്താണ് perennial എന്ന് പറഞ്ഞാൽ? പ്ലാന്റ്സിനെ നമ്മൾ പലതരത്തില് തിരിച്ചിട്ടുണ്ട്. അതായത് ആനുവൽസ്, ബൈനിയൽസ്, പെറനിയൽസ്. ആനുവൽസ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം നിൽക്കുന്ന പ്ലാന്റ്സ്, അതായത് അതിന് അത്രയേ ആയുസുള്ളൂ. അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു കൊല്ലമായിരിക്കും. അതാണ് നമ്മൾ ആനുവൽസ് എന്ന് പറയുന്നത്. ബൈനിയൽ ഏകദേശം 2 വർഷം ജീവിക്കുന്നത് ബൈനിയൽസ് എന്ന് പറയും. ഇത് പെറനിയൽസ് എന്ന് പറഞ്ഞാൽ വളരെ കാലം നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്, പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല. അതാണ് പെറനിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. Plant body is differentiated into root, stem and leaves. അപ്പോൾ ഇവിടെ പ്ലാന്റ് ബോഡി, റൂട്ട്, സ്റ്റെം, ലീഫ് ഇതെല്ലാം ഇതിന് പ്രസന്റ് ആണ്. ഇനി ഇതിന്റെ റൂട്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഒരു വെൽ ഡെവലപ്ഡ് റൂട്ട് സിസ്റ്റം ഇതിനുണ്ട്. ഒരു ടാപ്പ് റൂട്ട് സിസ്റ്റം, അതായത് ഒരു വേരിങ്ങനെ വലുതായിട്ട് താഴോട്ടൊരു വേരിങ്ങനെ വരുന്നു, അതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ്, അതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റൂട്ട് സിസ്റ്റം ഇതിനുണ്ട്. ഇനി ഇതിന്റെ പ്രത്യേകത, ചില പ്ലാന്റ്സിൽ, ഫോർ എക്സാമ്പിൾ പൈനസിന്റെ റൂട്ട് സിസ്റ്റത്തില് ഫംഗസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെന്ത് പേര് പറയും? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫംഗസ് അസോസിയേറ്റഡ് വിത്ത് ദ റൂട്ട് സിസ്റ്റം ഓഫ് ഹയർ പ്ലാന്റ്സ്. എന്തായിരുന്നു അതിന്റെ പേര് പറഞ്ഞിരുന്നത്? മൈക്കോറൈസ. അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ദ റൂട്ട് സിസ്റ്റം ഓഫ് ഹയർ പ്ലാന്റ്സ് എന്ന് നമ്മൾ പഠിച്ചു.
ഇതൊരു ഹയർ പ്ലാന്റിൽ പെട്ടതാണ്. അപ്പോ ജിംനോസ്പേമില് പൈനസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ റൂട്ട് സിസ്റ്റത്തിൽ ഫംഗസ് അസോസിയേറ്റ് ചെയ്ത് വളരുന്നു. അതിനാണ് നമ്മൾ മൈക്കൊറൈസ എന്ന് പറയുന്നത്. ഇനി വേറൊരു പ്ലാന്റ് സൈക്കസ്. സൈക്കസിന്റെ റൂട്ട് സിസ്റ്റത്തിനും ചില പ്രത്യേകതയുണ്ട്. സൈക്കസിന്റെ റൂട്ട് സിസ്റ്റം ഈസ് അസോസിയേറ്റഡ് വിത്ത് സയനോബാക്ടീരിയ. സയനോബാക്ടീരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സയനോബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? ദേ കൻ ഫിക്സ് ദി അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അപ്പോ അങ്ങനെ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള സയനോബാക്ടീരിയ ഈ സൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ റൂട്ട് സിസ്റ്റത്തിൽ ധാരാളമായി കണ്ടുവരുന്നു. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദാറ്റ് സയനോബാക്ടീരിയ ദ റൂട്ട്സ് ആർ കോറൽ ലൈക്ക്. അപ്പൊ ഇതിന്റെ റൂട്ട്സ് കോറൽ പോലെ ആയിത്തീരുന്നു. പവിഴപ്പുറ്റ്, സീലൊക്കെ ഉള്ള കോറൽ എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റ്, അതിനൊരു പ്രത്യേക ഒരു ഷേപ്പാണ് അതിന്, അല്ലേ? അപ്പൊ ഇതിന്റെ റൂട്ട് ഏകദേശം ആ ഷേപ്പിലാണ് കാണുന്നത്. അതുകൊണ്ട് അതിനെ കോറലോയിഡ് റൂട്ട് എന്ന് പറയും. അപ്പൊ സൈക്കസിന്റെ റൂട്ടിന്റെ പ്രത്യേകതയാണ് കോറൽ പോലെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് കോറൽ രൂപത്തിൽ വരാനുള്ള കാരണം? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയ. അപ്പൊ സയനോബാക്ടീരിയ അതിനകത്തുള്ളത് കൊണ്ടാണ് അതിന് ആ ഒരു പ്രത്യേക ഷേപ്പിൽ അത് വരുന്നത്. അതിനാണ് കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ലുക്സ് ലൈക്ക് കോറൽസ്. അപ്പോ പൈനസിന്റെ റൂട്ടില് മൈക്കൊറൈസ കാണുന്നു. സൈക്കസിന്റെ റൂട്ടില് കോറലോയിഡ് റൂട്ട്. സ്റ്റെംസ് ആർ അൺബ്രാഞ്ച് ഓർ ബ്രാഞ്ച്. രണ്ട് തരത്തിലുള്ള സ്റ്റെമ്മും നമുക്ക് കാണാൻ കഴിയും. സ്റ്റെം അൺബ്രാഞ്ച് ഇൻ സൈക്കസ്. അൺബ്രാഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് ഇല്ലാത്തത്. നമ്മുടെ തെങ്ങ് മാതിരി. തെങ്ങിന് ബ്രാഞ്ച് ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഒറ്റത്തടിയായിട്ട് വളരുന്നു. അതാണ് അൺബ്രാഞ്ച്ഡ് എന്ന് പറയുന്നത്. അപ്പോ സൈക്കസ് അൺബ്രാഞ്ച്ഡ് ആണ്. ബ്രാഞ്ച് ഉള്ളതിന് എക്സാമ്പിൾ പൈനസ്. പൈനസില് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റെം ആണ് കാണുന്നത്. അപ്പോൾ സ്റ്റെംസ് രണ്ട് തരത്തിലും കാണുന്നുണ്ട്. ബ്രാഞ്ച്ഡ് ആൻഡ് അൺബ്രാഞ്ച്ഡ്. ബ്രാഞ്ച്ഡ് ഇൻ പൈനസ്, അൺബ്രാഞ്ച്ഡ് ഇൻ സൈക്കസ്. മനസ്സിലായോ? അതാണ് സ്റ്റെമ്മിന്റെ പ്രത്യേകത. ഈ ലീഫ്, ഇതിന്റെ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ ലീവ്സ് ആർ പെർസിസ്റ്റന്റ് ഇൻ സൈക്കസ്. പെർസിസ്റ്റന്റ് ഫോർ മെനി ഇയേഴ്സ്. പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കുന്നത്. സാധാരണ ലീഫൊക്കെ നമുക്കറിയാം, സാധാരണ ലീഫ് കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകുന്നു, പുതിയതുണ്ടാവുന്നു, അങ്ങനെയല്ലേ? പക്ഷേ ഇതിന്റെ ലീഫ് എന്ന് പറയുന്നത് മെനി ഇയേഴ്സ് അത് നിൽക്കും. അങ്ങനെയുള്ള ലീഫാണ് സൈക്കസിനുള്ളത്. അതിനാണ് നമ്മൾ പെർസിസ്റ്റന്റ് ലീഫ് എന്ന് പറയുന്നത്. പെർസിസ്റ്റന്റ് ലീഫ്. അപ്പോൾ വളരെ കാലം നിൽക്കുന്ന ലീഫാണ് പെർസിസ്റ്റന്റ് ലീഫ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഈ ജിംനോസ്പേം സാധാരണയായിട്ട് അതിന് they can withstand high temperature, humidity and wind. ഒരുപാട് ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും അതിന് വളരാനായിട്ട് കഴിയും. അങ്ങനെയുള്ളതാണ് ജിംനോസ്പേം. വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ചെടികൾക്കാണ് സീറോഫൈറ്റ് എന്ന് പറയുന്നത്. സീറോഫൈറ്റ്. അപ്പോ ഈ ജിംനോസ്പേംസ് കൂടുതലും സീറോഫൈറ്റിക് പ്ലാന്റ്സ് ആണ്. അതിന് വെള്ളമില്ലാതെ വളരെ കാലം നിൽക്കാനായിട്ട് കഴിയും. മരുഭൂമിയിലൊക്കെ വളരാനായിട്ടൊക്കെ കഴിയും. അതാണ് സീറോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ അവിടെ വളരുന്നതിന് അതിന് ചില അനുകൂലനങ്ങൾ, ചില അഡാപ്റ്റേഷൻസ് അതിനുണ്ടായിരിക്കും. ജിംനോസ്പേമിലുള്ള സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് നീഡിൽ ലൈക്ക് ലീഫ്. സാധാരണ കാണുന്ന വലിയ ലീഫിന് പകരം നീഡിൽ ലൈക്ക് ലീഫ്, നീഡിൽ പോലിരിക്കുന്ന ലീഫ്. പ്ലാന്റ് ഇങ്ങനെ വന്നിട്ട് അതിന്റെ ലീഫ് ഇങ്ങനെ നീഡിൽ പോലിരിക്കും. മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കുന്ന നീഡിൽ പോലിരിക്കുന്ന ലീഫ്. നീഡിൽ പോലിരിക്കുമ്പോൾ അതിനകത്ത് വെള്ളം അതിൽ നിന്ന് നഷ്ടപ്പെട്ട് അധികം പോകുന്നില്ല. ട്രാൻസ്പിറേഷൻ വഴി വെള്ളം അധികം നഷ്ടപ്പെട്ടു ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നീഡിൽ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് നീഡിൽ ലൈക്ക് ലീഫ് അതിന് ഒരു സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ ആണ്. അതുപോലെ അതിനകത്ത് സങ്കൺ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ ഒക്കെ നിങ്ങൾ ഇനി ഡീറ്റെയിൽ നമ്മൾ വേറെ പഠിക്കും. അപ്പോൾ സങ്കൺ സ്റ്റൊമാറ്റയിലൂടെയാണ് വെള്ളം ട്രാൻസ്പിറേഷന്റെ സമയത്ത് പുറത്തേക്ക് പോകുന്നത്. അത് സാധാരണ ലീഫിൽ കാണുന്നത് പോലെയല്ല, കുറച്ചുള്ളിലോട്ട് കയറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പൊ നിങ്ങളത് ജസ്റ്റ്
മനസ്സിലാക്കി വെച്ചാൽ മതി. സങ്കൺ സ്റ്റൊമാറ്റ, ബാക്കിയുള്ള ഇതിൽ വെറുതെ സ്റ്റൊമാറ്റയാണ്. ഇതിനകത്ത് സങ്കൺ സ്റ്റൊമാറ്റ ആയിരിക്കും കാണുന്നത്. അതുപോലെ ക്യൂട്ടിക്കിൾ, അതിന്റെ പുറത്തൊരു ആവരണമുണ്ട്, അത് ക്യൂട്ടിക്കിൾ എന്ന് പറയും. അത് ഇവിടെ തിക്കായിരിക്കും. അപ്പൊ ഇതിന്റെ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ ആണ് തിക്ക് ക്യൂട്ടിക്കിൾ. ഏതൊക്കെയാണ്? തിക്ക് ക്യൂട്ടിക്കിൾ, സങ്കൺ സ്റ്റൊമാറ്റ ആൻഡ് നീഡിൽ ലൈക്ക് ലീവ്സ്. ഇതാണ് സീറോഫൈറ്റിക് ജിംനോസ്പെർമിലുള്ള സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ്. അതായത് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ഒക്കെ വളരുന്നതിന് വേണ്ടുന്ന അതിന് ഉണ്ടാകുന്ന അനുകൂലനങ്ങൾ, അതിന് അഡാപ്റ്റേഷൻസ്, അതാണ് തിക്ക് ക്യൂട്ടിക്കിൾ, സങ്കൺ സ്റ്റൊമാറ്റ, നീഡിൽ ലൈക്ക് ലീവ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കൂടുതലും ഇതിനകത്തുള്ള പ്ലാന്റ്സ് മിക്കതും ഇങ്ങനെ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് ഉള്ളതാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ വാസ്കുലാർ പ്ലാന്റ്സ്. ദേ ആർ വാസ്കുലാർ പ്ലാന്റ്സ്. വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വാസ്കുലാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അത് നമ്മൾ ടെറഡോഫൈറ്റിലെ വാസ്കുലാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തതാണ് അല്ലേ? ഇവിടെ കുറെ കൂടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. വാസ്കുലാർ പ്ലാന്റ്സ് വിത്ത് സൈലം ആൻഡ് ഫ്ലോയം. നല്ല സൈലോം ഫ്ലോയോം ഒക്കെ ഇതിന് നല്ലതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദേ ആർ സീഡ് ബെയറിംഗ് പ്ലാന്റ്സ്. ആദ്യമേ നമ്മൾ പറഞ്ഞു അല്ലേ, നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. അപ്പോൾ സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് ആണ്, ബട്ട് വിത്തൗട്ട് ഫ്ലവർ, ഫ്ലവർലെസ് പ്ലാന്റ്സ്. അപ്പോൾ സീഡ് ബെയറിംഗ് ഫ്ലവർലെസ് പ്ലാന്റ്സ്. സീഡ് ബെയറിംഗ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഫ്ലവർലെസ് പ്ലാന്റ്സ്, ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ്. അപ്പോൾ ജിംനോസ്പെർമില് ഫ്ലവർ ഇല്ല, അതുകൊണ്ടാണ് ഫ്ലവർലെസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, പ്ലാന്റ് ബോഡി ഈസ് സ്പോറോഫൈറ്റ്. നമ്മൾ ആൽഗയുടെ പ്ലാന്റ് ബോഡിക്ക് നമ്മൾ താലസ് എന്ന് പറഞ്ഞു. ബ്രയോഫൈറ്റ് വന്നപ്പോ അതിന്റെ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആയിരുന്നു, ഹാപ്ലോയിഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ടെറിഡോഫൈറ്റ് വന്നപ്പോ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആയി. അപ്പൊ ടെറിഡോഫൈറ്റ് മുതൽ ഇങ്ങോട്ടെല്ലാം ഇനി സ്പോറോഫൈറ്റ് ആണ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. സ്പോറോഫൈറ്റ് ഈസ് ഡിപ്ലോയിഡ്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. അപ്പൊ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? A cell which possesses two sets of chromosome. രണ്ട് ക്രോമസോം ഉള്ള, രണ്ട് സെറ്റ് ക്രോമസോം ഉള്ള സെല്ലിനെയാണ് നമ്മൾ ഡിപ്ലോയിഡ് സെൽ എന്ന് പറയുന്നത്. ഇതിന്റെ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ് ഈസ് ഡിപ്ലോയിഡ്. അതായത് ഈ പ്ലാന്റിന്റെ നമ്മൾ റൂട്ടിലോ സ്റ്റെമ്മിലോ എവിടെന്നെങ്കിലും ഉള്ള ഏത് സെല്ലെടുത്ത് നോക്കിയാലും അതിന്റെ സെല്ലില് രണ്ട് സെറ്റ് ക്രോമസോം കാണും. അതാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയുമാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എങ്ങനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? മെച്ചുറായി കഴിയുമ്പോൾ ഒരുപാട് കാലം നിൽക്കുന്നതാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അതൊരു വെജിറ്റേറ്റീവ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. അത് കഴിയുമ്പോൾ അത് മെച്ചുറായിട്ട് റീപ്രൊഡക്ഷന്റെ സമയമാകുമ്പോൾ അതിനകത്ത് സ്പോറൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, ഇതിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഗമേറ്റ് ഒക്കെ ഉണ്ടാകണം അല്ലേ? അപ്പൊ ആദ്യം പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം സ്പോർ ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജിംനോസ്പെർമ്സ് ആർ ഹെറ്ററോസ്പോറസ്. ഹെറ്ററോസ്പോറസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹെറ്ററോസ്പോറസ് എന്താണ്? ഹെറ്ററോസ്പോറസ് എന്ന് പറഞ്ഞാല്, ഹെറ്ററോസ്പോറസ് മീൻസ് ദേ പ്രൊഡ്യൂസ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ്. നമ്മൾ ടെറിഡോഫൈറ്റ് പഠിച്ചു. ടെറിഡോഫൈറ്റില് അത് ഹോമോസ്പോറസ് ആയിരുന്നു. ടെറിഡോഫൈറ്റ് ഹോമോസ്പോറസ് ആയിരുന്നു എക്സെപ്റ്റ് ഇൻ സെലാജിനെല്ല ആൻഡ് സാൽവീനിയ. അവിടെ രണ്ട് പ്ലാന്റ്സില്, സെലാജിനെല്ലയിലും സാൽവീനിയയിലും ഹെറ്ററോസ്പോറസ് ആയിരുന്നു, ബാക്കിയൊക്കെ ഹോമോസ്പോറസ് ആയിരുന്നു. ഇവിടെ ജിംനോസ്പെർമില് എല്ലാം ഹെറ്ററോസ്പോറസ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റും തന്നെ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏതൊക്കെയായിരുന്നു ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പോർസ്? മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. ഈ മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ് ഇത് ഉണ്ടാകുന്നത് സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ്. മൈക്രോസ്പോർസ് ഉണ്ടാകുന്നത് എവിടെ? മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് മൈക്രോസ്പോർ ഉണ്ടാകുന്നത്.
മെഗാസ്പൊറാഞ്ചിയത്തിനകത്തുണ്ടാകുന്നു. മനസ്സിലായ? ഇനി മൈക്രോസ്പൊറാഞ്ചിയം എവിടെയാണ് കാണുന്നത്? മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാകുന്നത് മൈക്രോസ്പൊറോഫിൽ, അതായത് ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചർ അതിനകത്താണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതിനെ എന്ത് പറയും? മൈക്രോസ്പോറോഫിൽ എന്ന് പറയും. മെഗാസ്പൊറാഞ്ചിയം ഉണ്ടാകുന്നതാ മെഗാസ്പൊറോഫിലിനകത്താണ് അല്ലെ? മെഗാസ്പൊറോഫിലിനകത്ത് മെഗാസ്പൊറാഞ്ചിയം ഉണ്ടാകുന്നു. ഇനി ഈ മൈക്രോസ്പൊറോഫിൽ അല്ലെങ്കിൽ മെഗാസ്പൊറോഫിൽ ഒരെണ്ണം ഒറ്റക്കല്ല ഇരിക്കുന്നത്. ഒരുപാട് മൈക്രോസ്പൊറോഫിൽ അഗ്രിഗേറ്റ് ചെയ്ത് ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. അതിന് നമ്മൾ അവിടെ ടെറിഡോഫൈറ്റിൽ ഒരു പേര് പഠിച്ചു. എന്തായിരുന്നു? സ്ട്രോബിലൈ അല്ലെങ്കിൽ കോൺ എന്ന് പറയും. അപ്പൊ മൈക്രോസ്പൊറോഫിൽ അഗ്രിഗേറ്റ് ചെയ്ത് മൈക്രോസ്ട്രോബിലൈ, അല്ലെങ്കിൽ വേറെ പേരെന്തായിരുന്നു? മെയിൽ കോൺ എന്ന് പറയും. സ്ട്രോബിലൈ അല്ലെങ്കിൽ കോൺ. അപ്പൊ മെയിൽ കോൺ അല്ലെങ്കിൽ മൈക്രോസ്ട്രോബിലൈ. അതുപോലെ ഫീമെയിൽ, ഇതിവിടെ മെഗാസ്പൊറോഫിൽ അഗ്രിഗേറ്റ് ചെയ്തിട്ട് മെഗാസ്ട്രോബിലൈ അല്ലെങ്കിൽ ഫീമെയിൽ കോൺ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ മെയിൽ കോൺ, ഫീമെയിൽ കോൺ. അപ്പൊ ഇതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് മെയിൽ കോണും ഫീമെയിൽ കോണുമാണ്. അപ്പൊ ജിംനോസ്പേം മെച്ചുർ ആകുമ്പോൾ അതിനകത്ത് മെയിൽ കോണും ഫീമെയിൽ കോണും ഡെവലപ്പ് ചെയ്യുന്നു. മെയിൽ കോൺ ചെറുതായിരിക്കും, ഫീമെയിൽ കോൺ വലുതായിരിക്കും. ഇതാണ് കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോന്നിനുമാണ് നമ്മുടെ സ്പോറോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസ്പൊറോഫിൽ ആണെങ്കിൽ ഇതിന്റെ ഈ ഭാഗത്തായിട്ടാണ് സ്പൊറാഞ്ചിയം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഓരോന്നിന്റെയും ഈ ഭാഗത്ത് സ്പൊറാഞ്ചിയം ഉണ്ടാവുന്നു. മനസ്സിലായോ? എങ്ങനെയാണ് അതിനകത്ത് ഇരിക്കുന്നത്? കണ്ടോ? ഇതാണ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ മെയിൽ കോൺ ചെറുതായിരിക്കും, ഫീമെയിൽ കോൺ കുറച്ചുകൂടി വലുതായിരിക്കും. സ്ട്രക്ചർ ഒക്കെ ഇതുപോലെ തന്നെ. മനസ്സിലായോ? ഇത് മൈക്രോസ്പൊറോഫിൽ, അതിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയ. ഇനി മൈക്രോസ്പൊറാഞ്ചിയയിലെ അകത്ത് കുറച്ച് സെൽസ് ഉണ്ട്. ആ സെല്ല് അണ്ടർഗോസ് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് നടക്കുന്നു. അപ്പൊ ഇവിടം വരെ ഇതുണ്ടാകുന്ന ഈ സ്റ്റേജ് വരെ ഇതിനകത്തുള്ള എല്ലാ സെല്ലും ഡിപ്ലോയിഡ് ആണ്. നമ്മൾ പ്ലാൻ ബോഡി ഡിപ്ലോയിഡ് ആണെന്ന് ആദ്യമേ പറഞ്ഞു അല്ലെ? ഇവിടം വരെ ഡിപ്ലോയിഡ് ആയിരുന്നു. ഇതിനകത്ത് സ്പൊറാഞ്ചിയ ഉണ്ടായി, സ്പൊറോഫിൽ ഉണ്ടായി, കോൺ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്ന് ഇതാണ് കോൺ. അപ്പൊ അതിനകത്ത് ഓരോന്നും സ്പൊറോഫിൽ, ഇത് ഓരോന്നും സ്പൊറോഫിലാണ്, മൈക്രോസ്പൊറോഫിൽ. അതില് സ്പൊറാഞ്ചിയ ഉണ്ടായി. ഈ സ്പൊറാഞ്ചിയയുടെ അകത്ത് കുറെ സെല്ലുണ്ട്. ആ സെല്ല്, ഓരോ സെല്ലും അണ്ടർഗോസ് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ. അപ്പൊ എന്തായിട്ട് മാറി? ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? ഇപ്പൊ പല പ്രാവശ്യമില്ലേ നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുറെ സ്പോർ ഉണ്ടാകുന്നു, മൈക്രോസ്പോർ ഇതിനകത്തുണ്ടാകുന്നു. ഈ ഓരോ മൈക്രോസ്പോർ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് അതായത് n നമ്പർ ഓഫ് ക്രോമസോം, ഒരു സെറ്റ് ക്രോമസോമേ ഉള്ളൂ. മനസ്സിലായോ? മൈക്രോസ്പോറിന് നമ്മൾ വേറൊരു പേര് കൂടി പറയും, മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ. മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നു. ഫീമെയിലിലും ഇതുപോലെ തന്നെ കുറച്ചുകൂടി വലുതായിരിക്കും എന്ന് മാത്രം. മെയിൽ കോൺ ചെറുതും ഫീമെയിൽ കോൺ വലുതുമായിരിക്കും. ഇതുപോലെ തന്നെ അതില് മെഗാസ്പോറോഫിൽ, അതിനകത്ത് മെഗാസ്പൊറാഞ്ചിയം. അപ്പോ ഇതുപോലെ ഇതാണ് ഒരു മെഗാസ്പോറ. ഞാൻ മുഴുവൻ ഇതുപോലെ വരക്കുന്നില്ല. അതിനകത്ത് ഒരു സ്പൊറാഞ്ചിയം, ഇതുപോലെ തന്നെ അതിനകത്തും സ്പൊറാഞ്ചിയം വരുന്നു. അതിനകത്ത് ഇതുപോലെ കുറെ സെൽസ് അതിനകത്തുണ്ട്. ആ സെല്ല് കുറെ സെല്ലുണ്ട് അതിനകത്ത്. പക്ഷേ ഇതിനകത്ത് എല്ലാ സെല്ലും മൈക്രോസ്പോർ ആയിട്ട് മാറി. ഇതിനകത്ത് എല്ലാ സെല്ലും മെഗാസ്പോർ ആയിട്ട് മാറുന്നില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ മെഗാസ്പോറോഫിൽ, മെഗാസ്പൊറാഞ്ചിയം, അതിനകത്ത് കുറെ സെല്ലുണ്ട്. പക്ഷേ അതില് ഒരു സെല്ല് മാത്രമാണ് മിയോസിസ് നടക്കുന്നത് അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. അതാണ് പ്രത്യേകത. മനസ്സിലായോ? ഇവിടെ എല്ലാ സെല്ലും
മൈക്രോസ്പോർ ആയിട്ട് മാറി, അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് മൈക്രോസ്പോർ ആയി. ഇവിടെ അങ്ങനെയല്ല, ഇതില് ഒരു സെല്ല് മാത്രം വലുതാവുന്നു, എന്നിട്ട് അത് അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ. ഒരു സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഞാൻ ആദ്യമേ പഠിപ്പിച്ചു തന്നായിരുന്നു. എങ്ങനെയായിരുന്നു? ഒരു സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ 4 സെല്ലായിട്ട് മാറും അല്ലേ? അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഇത് 4 സെല്ല്, ഇവിടെ ഈ ഒരു സെല്ല് 4ആയിട്ട് മാറുന്നു. ബട്ട് ഓൺലി വൺ ഈസ് ഫങ്ഷണൽ. ഒരെണ്ണം മാത്രം അവിടെ ഫങ്ഷണൽ ആവുന്നു, ബാക്കി 3എണ്ണവും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകുന്നു. ഇത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ബാക്കിയുള്ള സെൽസും ഒക്കെ നശിച്ചു പോകുന്നു. അവസാനം ഇതിനകത്ത് ഒരേ ഒരു മെഗാസ്പോർ മാത്രമായിട്ട് മാറുന്നു. ഒറ്റ മെഗാസ്പോർ. ഇവിടെ ന്യൂമറസ് മൈക്രോസ്പോർ ഉണ്ടായി, പക്ഷെ ഇതിനകത്ത് ഒരു മെഗാസ്പോറേ ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലായോ? അത്രയും. അപ്പൊ സ്പോറ് ഇത്രയും ഇതിനകത്ത് സ്പോർ ഉണ്ടാകുന്നത് വരെ ആയി. അപ്പൊ ഇത് പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. അതുകൊണ്ട് മെച്ചർ ആയപ്പോ അത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്തു. ആ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യണതിന് മുമ്പായിട്ട് അതിനകത്ത് കോൺ ഡെവലപ്പ് ചെയ്യുന്നു. ഓരോ കോണിലും സ്പോറോഫില്ലുണ്ട്, സ്പൊറാഞ്ചിയം ഉണ്ട്. അതിനകത്താണ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പോർ ഉണ്ടാകുന്നത്. അങ്ങനെ സ്പോർ ഉണ്ടാകുമ്പോൾ മൈക്രോസ്പോർ ഒരുപാടെണ്ണം ഉണ്ടാവുന്നു, മെഗാസ്പോർ ഒരെണ്ണം മാത്രം ഉണ്ടാവുന്നു. മനസ്സിലായല്ലോ? ഇനി ഈ ഓരോ മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ഇൻടു മെയിൽ ഗാമറ്റോഫൈറ്റ്. അത് മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. അതുപോലെ മെഗാസ്പോർ എന്ന് പറയുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആവുന്നു. ഇത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആവുന്നു എന്ന് പറയുമ്പോൾ ഇതിവിടെ തന്നെ ഇരുന്നുകൊണ്ടാണ് അത് ഫീമെയിൽ ഗമേറ്റ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ടെറിഡോഫൈറ്റ് പഠിച്ചപ്പോൾ അതിനകത്ത് ഒരു ഇൻഡിപെൻഡന്റ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ അതിന്റെ മെയിൽ ഗാമറ്റോഫൈറ്റ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അതിനൊരു പേര് നമ്മൾ പഠിച്ചു. അവിടെ ഹാർട്ട് ഷേപ്ഡ് ആയിട്ട് പ്രോതാലസ് അല്ലെ? ഈ പ്ലാന്റുമായിട്ട്, അതിന്റെ മെയിൻ പ്ലാന്റുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ വേറെ സ്ഥലത്തായിരുന്നു അത് വളർന്നിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇതിനില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഇതിന്റെ ഗാമറ്റോഫൈറ്റിന് there is no independent existence. അത് ഇവിടെ തന്നെയാണ്, ഈ സ്പോറോഫിലിനകത്ത് തന്നെ ഇരിക്കുന്നു. മനസ്സിലായല്ലോ? എന്നിട്ട് അത് ഒരു മെഗാസ്പോർ ഡെവലപ്പ് ഇൻടു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ ഓവ്യൂൾ. ഇത് ഇവിടെ ഇരുന്ന് വളർന്ന് അത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട്, ആദ്യം മെഗാസ്പോർ ആയിരുന്നു, അത് പിന്നീട് വളർന്ന് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആവുന്നു. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് അതിനകത്ത് ഒരു എഗ് ഉണ്ടാകുന്നു. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയി അത് ഒരു എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമേറ്റ് ആയിട്ട് അത് മാറുന്നു. മനസ്സിലായ? ഇനി പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് അത് കാറ്റത്തോ എങ്ങനെയെങ്കിലും ഒക്കെ പറന്ന് ഇതിന്റെ ഇവിടെ വന്ന് വീണ് ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിനകത്ത് ആ പോളൻ ഗ്രെയിനകത്ത് മെയിൽ ഗമേറ്റ് ഉണ്ടാകുന്നു. പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് മെയിൽ ഗമേറ്റ് അതിലുണ്ടാകുന്നു. ആ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടി ഫ്യൂസ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. മെയിൽ ഗമേറ്റ് ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടന്ന് മെയിലും ഫീമെയിലും ഗമേറ്റ് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാകും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് ഡെവലപ്പ് ഇൻടു എംബ്രിയോ. അത് എംബ്രിയോ ആയിട്ട് മാറുന്നു. പിന്നീട് അത് സീഡ്ലിംഗ് ആയിട്ട് വളർന്നു വരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് എംബ്രിയോ ആയി മാറുന്ന സമയത്ത് ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഓവ്യൂൾ ബിക്കം സീഡ്. ഇത് സീഡായിട്ട് മാറുന്നു. അപ്പോൾ ഇത് സീഡായിട്ട് മാറുമ്പോൾ ഇവിടെ സീഡിനെ പൊതിഞ്ഞ് വേറെ ആവരണമൊന്നുമില്ല, സീഡ് നേക്കഡ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? ഇത്രയുമാണ് ഇതിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ സൈഗോട്ട് ജെർമിനേറ്റ് ഇൻടു എ ന്യൂ ജിംനോസ്പേം പ്ലാന്റ്. പുതിയ പ്ലാന്റ് ആയിട്ട് അത് വളർന്നു വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ മെച്ചുറായി കഴിയുമ്പോൾ കോൺ ഉണ്ടാകുന്നു. മെയിൽ കോൺ, ഫീമെയിൽ കോൺ.
അത് പൈനസിലാണെങ്കിൽ മെയിൽ കോണും ഫീമെയിൽ കോണും ഒരേ പ്ലാന്റിൽ തന്നെയാണ്, ആ ഒരേ ട്രീയിൽ തന്നെ ഉണ്ടാകും. സൈക്കസിലാണെങ്കിൽ മെയിൽ കോൺ വേറെ പ്ലാന്റില്, ഫീമെയിൽ കോൺ വേറെ പ്ലാന്റിൽ ഉണ്ടാകും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റിലായിരിക്കും ഉണ്ടാകുന്നത്. Gymnosperms are divided into three classes: Cycadopsida, Coniferopsida and Neotopsida. സൈക്കഡോപ്സിഡയില് എക്സാമ്പിൾ വരുന്നത് സൈക്കസ്. കോണിഫെറോപ്സിഡയില് എക്സാമ്പിൾ പൈനസ്. നീറ്റോപ്സിഡയില് എക്സാമ്പിൾ നീറ്റം. ഇവിടെ നോക്കിക്കേ, എല്ലാം സിഡ 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 എന്നാണ് അവസാനിച്ചിരിക്കുന്നത്. നമ്മൾ ടെറിഡോഫൈറ്റിന്റെ ക്ലാസിഫിക്കേഷനിലും ഇങ്ങനെ തന്നെയായിരുന്നു. സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ ആൻഡ് ടീറോപ്സിഡ. അതുപോലെ ഇവിടെയും സൈക്കഡോപ്സിഡ, കോണിഫെറോപ്സിഡ, നീറ്റോപ്സിഡ. ഇത് നോക്കിക്കേ എങ്ങനെയാണെന്ന്. നീറ്റോപ്സിഡ, നീറ്റം എന്ന് പറയും, ജി സൈലന്റ് ആണ് ഇവിടെ. നീറ്റോപ്സിഡ, ആ പ്ലാന്റിന്റെയും പേര് നീറ്റം എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, ജി സൈലന്റ്. നീറ്റോപ്സിഡ, നീറ്റം. കോണിഫെറോപ്സിഡ, പൈനസ്. കോണിഫെറോപ്സിഡ, കോണിഫറേൽസ് എന്ന് പറയുന്നത് സ്തൂപിതാഗ്രവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ സ്തൂപം പോലെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കൂർത്തു വരുന്നത്, അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്കാണ് നമ്മൾ കോണിഫറേൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈനസ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്, അതാണ് സ്തൂപിതാഗ്രവൃക്ഷം. കോണിഫെറോപ്സിഡ, പൈനസ് എക്സാമ്പിൾ, സൈക്കഡോപ്സിഡ, സൈക്കസ് എക്സാമ്പിൾ, നീറ്റോപ്സിഡ, നീറ്റം എക്സാമ്പിൾ. ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് ജിംനോസ്പേമിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു നേക്കഡ് സീഡഡ് പ്ലാന്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജിംനോസ്പേംസ് ആർ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവർലെസ് പ്ലാന്റ്സ്. അപ്പോൾ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നേക്കഡ് സീഡഡ് പ്ലാന്റ്സിന്റെ ഗ്രൂപ്പ് അത് ഏതാണ് എന്ന് ചോദിക്കാം. ഏതാണ്? ജിംനോസ്പേം എന്ന് എഴുതണം. ഇനി ഞാൻ പറഞ്ഞു വൺ ഓഫ് ദ ടോളസ്റ്റ് ട്രീ സെക്വയ ബിലോങ്സ് ടു ജിംനോസ്പേം. അതുപോലെ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ്, ഈ പ്ലാന്റിലുള്ള സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ, സങ്കൺ സ്റ്റോമാറ്റ, തിക്ക് ക്യൂട്ടിക്കിൾ, നീഡിൽ ലൈക്ക് ലീവ്സ്, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇത്രയുമാണ് ജിംനോസ്പേമിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.